ഞാൻ മാത്രമേ കണ്ടുള്ളൂ, ഞാനേ കണ്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ചെറിയ ഷോർട്ട് വീഡിയോ ആയിരിക്കും അത്. അതെ, നമ്മൾ ഇതിനു മുമ്പ് റിവ്യൂസിനെ കുറിച്ചൊരു വീഡിയോ ആയിരുന്നു. അതായത് റിവ്യൂസ് കാഴ്ചക്കാരുടെ ഇതിനെ ബാധിക്കുന്നുണ്ടോ. അപ്പം ഞാൻ പരിമള ആൻഡ് കോ കാണാത്തതിന് പ്രധാന റീസൺ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ റിവ്യൂ ആയിരുന്നു. എൻ്റെ റിവ്യൂ ആയിരുന്നു. പിന്നെ പുള്ളിക്ക് സമയം കിട്ടിയില്ല. പുള്ളി നാട്ടിലില്ലായിരുന്നു. നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ കൊണ്ടുപോയി കാണിച്ചേനെ. ഇവിടെ ഉണ്ടായിരുന്നു. അതെ, നിങ്ങളും അനുഭവിക്കണമായിരുന്നു. ബേസിക്കലി നമ്മുടെ ജയറാമേട്ടനും ഉർവശി ചേച്ചി അഭിനയിച്ചിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയാണ് പരിമള ആൻഡ് കോ. തമിഴ് സിനിമയാണ്. പാണ്ഡ്യരാജ് പസങ്കയൊക്കെ എടുത്ത പാണ്ഡ്യരാജിൻ്റെ പടമാണ്. പാണ്ഡ്യരാജ് ഇത് തൊട്ട് മുമ്പ് തലൈവൻ തലൈവി എനിക്ക് ഇഷ്ടമായിരുന്നു. അതെ, ഇതിന് തൊട്ട് മുമ്പ് എടുത്ത പടമാണ് തലൈവൻ തലവി. അതും ഞാൻ കണ്ടില്ല സിനിമ, പക്ഷെ അതിനെപ്പറ്റി ഞാൻ കുറച്ച് ഒരു പാട്ടെന്തോ മിക്സ്ഡ് റിവ്യൂസ് ഒരുപാട് കേട്ടാണ്. ഞാൻ പടം കണ്ടില്ല. സോ അപ്പോൾ ഞാൻ ഈ സിനിമ കാണാനുള്ള റീസൺ ഇതിൻ്റെ ഡയറക്ടറോ ബാക്കിയൊന്നുമല്ല, ഞങ്ങൾ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ട്രെയിലർ ഇൻട്രസ്റ്റിംഗ് ആണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ട്രെയിലർ കണ്ട് ഞങ്ങൾ ചിരിച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ കോമ്പിനേഷൻ, ജയറാമേട്ടൻ ഉർവശി കോമ്പിനേഷൻ ഓൺ സ്ക്രീനിൽ കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി, അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ കാണാം എന്നുള്ള ഒരു എക്സ്പെക്ടേഷനാണ് ഞാൻ തിയേറ്ററിൽ പോയത്. സിനിമ തുടങ്ങി ഇനിഷ്യലി സിനിമ ഒന്ന് സെറ്റപ്പായി വരുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇവരെയാണ്. അപ്പോഴത്തേക്കും നമുക്ക് ഓക്കെ, നമ്മൾ തിയേറ്ററിൽ ട്രെയിലർ കണ്ടതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണെന്നുള്ള ലൈനിൽ നമ്മളിരുന്ന് മുമ്പോട്ട് പോയി. പക്ഷേ പിന്നീട് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആക്ച്വലി ഒരു പ്രോപ്പർ വിഷൻ ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. അതായത് ഈ ഡയറക്ടർക്ക് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കഥ ഇതാണ് എന്ന് പുള്ളിക്ക് കംപ്ലീറ്റ്ലി പറയാൻ പറ്റുന്നില്ല എന്നാണ് മനസ്സിലായത്. പുള്ളി ഒരു ഫാമിലിയെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. നമ്മൾ ആ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ ഒരു മർഡർ നടക്കുന്നു. അതാരാണ് കൊന്നത്, ഹൂ ഡൺ ഇറ്റ് എന്ന ഫോർമാറ്റിലാണ് പോകുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഫാമിലിയിൽ തന്നെ ഇത്ര ആൾക്കാർക്കും ആ ക്യാരക്ടറിനോട് ഒരു ദേഷ്യമുണ്ട്. അതോടൊപ്പം നാട്ടുകാർക്കും ഈ ക്യാരക്ടറിനോടൊരു ദേഷ്യമുണ്ട്. നീ ട്രെയിലർ കണ്ട് പ്രവചിച്ച ആളാണോ? അതെ. ആണോ? എന്തുവാ പ്രവചിച്ച ആളാണോ? കില്ലർ എന്നുള്ള സാധനമാണോ? അല്ല 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 അല്ല. അപ്പോൾ ബേസിക്കലി ഈ ഹൂ ഡൺ ഇറ്റ് എന്നുള്ള ജോണറിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ മെയിൻ സസ്പെക്റ്റ് എന്ന് പറയുന്നത് ഈ ഫാമിലിയാണ്. ഈ ഫാമിലിക്ക് പോലും, ആ ഫാമിലിക്കുള്ളിൽ പോലും ആരാണിത് ചെയ്തത്, ക്രൈം ചെയ്തതെന്ന് അവർക്ക് അറിയത്തില്ല. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ട്രെയിലർ കാണപ്പെടുന്നത് നമുക്ക് തോന്നി. ബട്ട് ഈ സിനിമയിൽ അത് ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ല എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ട്രെയിലർ കണ്ട് നമുക്ക് എന്തൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയോ ആ എലമെൻറ്റുകളൊന്നും പടത്തിൽ ഇൻട്രസ്റ്റിംഗ് അല്ല. എസ്പെഷ്യലി നമ്മൾ ട്രെയിലറിൽ കണ്ട് ചിരിച്ച ഇവരുടെ തമാശകൾ പോലും ഓൺ സ്ക്രീനിൽ നമുക്ക് കണ്ടോ ചിരിക്കാൻ പറ്റില്ല. കാര്യം അതിന് മുമ്പുള്ള സിനിമ, അതിന് ശേഷമുള്ള സിനിമ നമ്മളെ അതുകൊണ്ട് തന്നെ നമുക്കത് ഒട്ടും ഫണ്ണല്ലാതായി മാറുന്നു. അതുപോലെ നമ്മൾ ഏറ്റവും എക്സ്പെക്ട് ചെയ്തതാണ് ഈ ജയറാം ഉർവശി കോമ്പിനേഷൻ, അവരുടെ ഡയലോഗ്സ്, അവരുടെ എക്സ്പ്രഷനും കാര്യങ്ങളും. പക്ഷേ എനിക്ക് പേഴ്സണലി ഉർവശി ചേച്ചിയുടെ ഈ അടുത്ത് ഞാൻ കണ്ടതിൽ അത്രയും നന്നാവാത്തൊരു പെർഫോമൻസ് പോലെ. കാരണം കുറച്ച് ആ ക്യാരക്ടർ, അതായത് അവരത് നന്നായി ചെയ്തില്ല എന്നതിനപ്പുറത്തേക്ക് എനിക്ക് ആ ക്യാരക്ടർ തന്നെ ഭയങ്കര മോശമായിട്ടാണ്, ഭയങ്കര ബാഡ്ലി റിട്ടേണാണ്. അപ്പോൾ നമുക്കതിൻ്റെ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് നമ്മൾ ട്രെയിലർ കാണുമ്പോൾ തോന്നില്ലേ. ഈ പൊട്ടൻഷ്യൽ നമുക്ക് ഓൺ സ്ക്രീനിലില്ല. അതാണ് നമ്മുടെ വലിയ പ്രശ്നം. അപ്പോൾ ആ ക്യാരക്ടറിനെ സിനിമയിൽ ഒരു വലിയ കോമഡി ക്യാരക്ടറായിട്ട് പ്ലേസ് ചെയ്യുക. അപ്പോൾ ഈ ക്യാരക്ടർ ഒരുപാട് ഫണ്ണി ഡയലോഗുകൾ പറഞ്ഞാൽ നമ്മൾ ചിരിക്കുമെന്നുള്ള ഒരു പഴയ ചിന്താഗതി ആക്ച്വലി ഈ ഡയറക്ടർക്ക് ഒരു ഔട്ട്ഡേറ്റഡ് തോട്ടാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഒന്നെങ്കിൽ അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ പുള്ളിയുടെ ഈ പസങ്കൊക്കെ ഈലായിരുന്നു അല്ലല്ലോ. അല്ല, പസങ്കയിലും ഈ ഫണ്ണും പരിപാടി അത് എല്ലാത്തിനും ഉണ്ട്. ഇപ്പോൾ തലവൻ തളവിയൊക്കെ ഈ മോഡിലാണ് പോകുന്നത്. മൊത്തത്തിൽ ഈ ഫൺ ലൈനിലാണ് അവർ കൊണ്ടുപോകുന്നത്. പസങ്ക ഞാൻ ഉദ്ദേശിക്കുന്ന പടം തന്നെയല്ലേ, എന്തോ അതിന്റെ സംഭവം, മറ്റേ കൊച്ചു പിള്ളേർ, മറ്റേ 2 ഫാമിലി പിള്ളേർ അതിന്റെ സെക്കൻഡിലല്ലേ. ഓക്കെ കറക്റ്റ്. ഒരു വെക്കം വെറുതെ ആ പടം. ഓക്കെ അതാ പറഞ്ഞത്. അപ്പോൾ പാണ്ഡ്യരാജ് എന്ന് പറഞ്ഞ ആൾക്ക് പണ്ടൊരു ലെഗസി ഉണ്ടായിരുന്നു. ബട്ട് അതിപ്പോൾ പുള്ളി ഒട്ടും റിലവൻ്റ് അല്ല, അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റഡ് അല്ല എന്നാണ് എനിക്ക് ഈ പടം കാണാൻ ഫീൽ ചെയ്യുന്നത്. കാര്യം നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, തമിഴ് സിനിമയിൽ ഒരു ഇമോഷണൽ എലമെൻറ്റ് വേണം. ഒരുപാട് പേര് പറഞ്ഞാറുണ്ട്, നമ്മളൊരു നല്ല കഥ, എത്ര നല്ല കഥകൾ കൊണ്ടുവന്നാലും ആ കഥയിൽ ഒരു ഇമോഷണൽ എലമെൻറ്റ് ഫീൽ ചെയ്യണം. അതായത് ഇവർക്ക് ഈ ഇമോഷണൽ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ, ഇമോഷണൽ സീൻ എന്ന് പറഞ്ഞാൽ ഇമോഷണൽ കണക്ഷൻ എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതായത് ഈ ഇമോഷണൽ സീൻ കാണുമ്പോൾ ഇമോഷണലി കണക്ട് ആവുന്ന ഇമോഷൻ എപ്പോഴും ഈ ദുഃഖമാണ്. കരയണം. ആ സീൻ കണ്ട് ഈ സീൻ കാണുമ്പോഴാണ് ഞാൻ കരച്ചിൽ വരികയും, അതുകൊണ്ടാണ് എപ്പോഴും ഈ പാസം സീൻ എടുത്തിരുന്നത്. അതായിരിക്കും ആളുകൾ കരയാൻ സാധ്യത എന്ന് പറയുന്നുണ്ട്. ഇത് പറഞ്ഞു വരുന്നത് എപ്പോഴും ഇത് ഓപ്പോസിറ്റ്, ഇപ്പോൾ പ്രൊഡ്യൂസറിന്റെയോ അല്ലെങ്കിൽ നായകന്റെയോ ഒക്കെ സൈഡിൽ നിന്നുള്ള ഒരു റിക്വസ്റ്റ് ആണ്. ഒരു കഥ കേട്ടത് എത്ര ഇഷ്ടപ്പെട്ടാലും ഇങ്ങനെ ഒരു സീൻ വേണം എന്ന റിക്വയർമെന്റ് വെക്കും. അതെ. അപ്പോൾ ഈ സിനിമയുടെ പ്രശ്നം, ഈ സിനിമയ്ക്ക് ഒരു ജോണർ കംപ്ലീറ്റ്ലി ഇവർക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. നമ്മളിത് കാണുമ്പോൾ ഇതൊരു ഡാർക്ക് കോമഡി ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഈ സിനിമയെ അങ്ങനെ ഡാർക്ക് കോമഡി ഉണ്ട് എന്ന് നമുക്ക് വേണം, ഡാർക്ക് കോമഡി ഉണ്ടത്രേ എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. പക്ഷേ ഈ സിനിമയിൽ ആരാണ് ഈ മർഡർ ചെയ്തതെന്നും അതിൻ്റെ പിറകിലുള്ള റീസൺ എന്താണെന്നൊക്കെ അറിയുമ്പോഴത്തേക്കും ടുവേർഡ്സ് ക്ലൈമാക്സ്, ആൽഫ്രഡ് ഹിച്ച്കോക്കിനെ പോലെ ലാസ്റ്റ് സീനിൽ പറയത്തുള്ളൂ എന്ന് പറയുന്നത്
നമുക്ക് യാതൊരു ഫീലും ഇല്ല. അത് മാത്രമല്ല, ഒരു ക്യാരക്ടറിൻ്റെ ബാക്ക് സ്റ്റോറിയും അദ്ദേഹത്തിൻ്റെ ആ ഇമോഷണൽ സീക്വൻസുകളൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുക. അപ്പോൾ പരിമള ആൻഡ് കോ അവർക്കെന്താണ് ഈ പടത്തിൽ കാര്യം എന്ന് ചോദിക്കുന്ന പോലെ അങ്ങനത്തെ ഒരു ലൈനിലായിപ്പോയി സിനിമ. പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു, ബട്ട് ആ ഇവരുടെ ഇൻട്രസ്റ്റ് ഈ പോകുന്ന വഴിയിൽ എങ്ങോട്ടൊക്കെ ചെതറിപ്പോയതുപോലെ. പിന്നെ ഈ സിനിമയുടെ ഏറ്റവും നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് എഡിറ്റിംഗാണ്. എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിൽ ഒരു സീൻ നമ്മൾ കണ്ടു തുടങ്ങുമ്പോൾ ഓക്കെ ഈ സീൻ എങ്ങോട്ടാണ് പോകണം നോക്കിയിരിക്കും, ടപ്പെന്ന് കട്ട് ചെയ്ത് അടുത്ത സീനിലേക്ക് പോകും. അപ്പോൾ നമ്മൾ നോക്കും അടുത്ത സീൻ കണ്ടു തുടങ്ങുമ്പോഴത്തേക്കും അവിടെ നിന്ന് കട്ട് ചെയ്ത് അടുത്ത സീനിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഒരു സീനിൽ നിന്നും നമുക്ക് എന്താണോ നമുക്ക് അവർ തരേണ്ടത് അവർ ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ എന്തുവാ, ഒരു ഡയലോഗിൽ ഒരു കാര്യം പറയും. നമ്മൾ ചില സിനിമ കണ്ട് ചോദിക്കാറില്ല എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഫസ്റ്റ് ഹാഫിൽ നമ്മളൊരു ഷോട്ട് വെച്ചിട്ടുണ്ട്, എന്താ ഇങ്ങനെ ആ ഡയലോഗ് ഇങ്ങനെ ഒരു ഡയലോഗ് പറയുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്ന ഇൻഫർമേഷൻ ഡംപാണ് ഇതിലെ മെജോറിറ്റി ഓഫ് അതെ, അങ്ങനെ ഇൻഫർമേഷൻ ഡംപായി മാറി ഇതിൻ്റെ ഒരുപാട് സീനുകൾ. അപ്പം നമുക്ക് തന്നെ അതിനകത്ത് സീൻ വൈസും ഇൻട്രസ്റ്റിംഗ് അല്ല, ഇൻഫർമേഷൻ ഇങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കുന്നു. പിന്നെ വളരെ റാൻഡമായിട്ട് കുറേ ക്യാരക്ടർ വരുന്നു, ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു സ്ഥലത്ത് ഒരു സോങ് പ്ലേസ്മെൻറ്റ്. അത് പിന്നെ നമുക്ക് പുതുമയൊന്നും അല്ല, എന്നാലും ഈ സിനിമയിൽ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനം. അത് ഈ പാട്ടൊക്കെ ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് ഇറങ്ങിയിരുന്നു. ഞാൻ നോക്കിയിരിക്കുമ്പോഴത്തേക്കും വേറെ ഒരു ക്യാരക്ടറും വേറൊരു പെൺകുട്ടിയായിട്ട് ഒരു സോങ് നടക്കുക. ഈ പടം ഞാൻ നമ്മൾ പോലെ കഥ ഇതാണ്, ഇവരുടെ കഥ റിലീസായ പാട്ടാണ്. ഇളയ മകളും ഇവരെല്ലാം ഡാൻസ് കളിക്കുന്ന ഇളയ മകളിൽ ഡാൻസ് കളിക്കുന്ന പ്രൊമോഷണൽ വീഡിയോയുടെ ഭാഗമായിട്ട് എടുത്താൽ പടത്തിൽ അങ്ങനെ അല്ലത്. പടത്തിലത് വേറൊരു ക്യാരക്ടറും വേറൊരു പെൺകുട്ടിയും തമ്മിലുള്ള സീനാണ്. അപ്പോൾ നമ്മളല്ലെങ്കിൽ എന്തിനാണ് ഞാനിതൊക്കെ കാണുന്നത് എന്നുള്ള രീതിയിലാണ്. കാര്യം കഥ പോകുന്ന റൂട്ടിൽ ഡീവിയേറ്റ് ചെയ്യുന്ന പോകുന്ന ഇവർക്കിങ്ങനെ മിസ്ഡയറക്ഷനായിപ്പോയി അങ്ങനെ ഒന്ന് പറയാം. അല്ലാതെ അത് തിരിച്ചു പോയി കറക്റ്റായിട്ട് നമ്മുടെ മനസ്സിലുണ്ടല്ലോ ഇതെല്ലാം ഒടുക്കത്തിൽ കലങ്ങി തെളിയണം എന്നുള്ളത്. അങ്ങനെ ഒരു സംഭവം കലങ്ങി തെളിയില്ല, ഇത് ബ്രില്യൻസ് ആയിരിക്കും. നമ്മൾ ലാസ്റ്റ് ഇതൊക്കെ കൊണ്ട് ചേർക്കും. എനിക്ക് എപ്പോഴും ഇത് ഇങ്ങനെ പോകുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവില്ല, എല്ലാ അവസാനത്തിനും എല്ലാത്തിനും ഒരു പോയിന്റ് വെക്കുമായിരിക്കും. അങ്ങനെ വെച്ചാൽ ഞാൻ ചിലപ്പോൾ എന്നിലെ പ്രേക്ഷകൻ ഒരുപക്ഷെ കുഴപ്പമില്ല എന്ന് പറയുമായിരിക്കും. പക്ഷേ ഇതെന്നെ ഞാൻ ഈ ഇപ്പോൾ ഇനി 1.5 വർഷം 2 വർഷത്തിനടുത്തായിട്ട് ഞാൻ സിനിമ കാണുമ്പോൾ ഒരിക്കലും മൊബൈൽ ഉപയോഗിക്കാറില്ല. കാര്യം മൊബൈൽ തിയേറ്ററിൽ കയറുമ്പോഴേ സൈലൻ്റ് ആക്കി നെറ്റ് ഓഫ് ചെയ്ത് പോക്കറ്റ് വെക്കാറാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ആരും ചത്തെന്ന് പറഞ്ഞ് ഫോൺ വന്നാലും ഞാൻ എടുക്കില്ല. അതാണ് എൻ്റെ ഒരു രീതി. അത് ശരിയാണോ എന്ന് തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാലും എനിക്ക് ബേസിക്കലി ഞാൻ ആരും വിളിച്ചാലും ഞാൻ തിയേറ്ററിൽ മാക്സിമം ഫോൺ എടുക്കാറില്ല, ഫോൺ ഉപയോഗിക്കാറില്ല. എനിക്ക് ഇഷ്ടമല്ല ആരെങ്കിലും വിളിക്കുമ്പോൾ എനിക്ക്. അതെ, അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ ഞാൻ ഈ പടത്തിൽ ഫോൺ ഉപയോഗിച്ചു. ഞാൻ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തു തിയേറ്ററിലിരുന്ന്. അപ്പോൾ എനിക്ക് തന്നെ എന്നോട് ഭയങ്കര വെറുപ്പ് തോന്നി. ഞാൻ ഒരുപാട് ആഗ്രഹത്തിൽ വന്നിട്ട് ഈ പടം കണ്ടായിരുന്നിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം തോന്നിക്കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോയി. കാര്യം അത്ര എന്നെ മടുപ്പിച്ചു സിനിമ ഭയങ്കര. അതായത് ഈ സിനിമ 2.5 മണിക്കൂറേ ഉള്ളൂ. അൺഫോർച്ചുനേറ്റ് പരിപാടി എന്ന് വെച്ചാൽ ഇതിന്റെ പ്രൊമോഷനും ഒരു ബാക്ക് ഫയറിംഗ് ഉണ്ടായി. ഒരു ജയറാമേട്ടൻ്റെ ഭാഗത്ത് അങ്ങനെ ഒരു ബാക്ക് ഫയർ ഉണ്ടായി. പക്ഷേ എന്നെ സംബന്ധിച്ചോളം അതൊന്നും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് പടം നന്നായിരുന്നാൽ എനിക്കത് വിഷയമല്ല. ഞാൻ പറഞ്ഞ പൊതുവേ ഈ പടത്തിനൊരു തണുപ്പൻ അല്ലെങ്കിൽ പോസിറ്റീവ് മാത്രം ഉണ്ടാവേണ്ട ഒരു പ്രൊമോഷൻ ഉണ്ടെങ്കിൽ ഇല്ല. ഇപ്പൊ ഈ പടം നന്നായിരുന്നെങ്കിൽ ആ ബാക്ക്ലാഷ് ആ ഇന്റർവ്യൂവിൽ വന്ന കാര്യമൊക്കെ പോയ ഡൈലൂട്ടായി പോയേനെ. ബട്ട് ഈ പടം ഭയങ്കര പേഴ്സണലി എനിക്ക് ഒട്ടും വർക്കായില്ല. ഞാൻ വളരെയധികം ടയേർഡായി പോയി സിനിമ കണ്ട്. അതായത് നമ്മൾ ക്ഷീണിക്കില്ല. ഞാനിങ്ങനെ തീർന്ന എഴുന്നേറ്റ് പോകാം, പാതി വഴിക്ക് എഴുന്നേറ്റ് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അത് എനിക്ക് സിനിമയോട് ഞാൻ ചെയ്യുന്നൊരു ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിരുന്ന് കാണും. എത്ര അലമ്പ് പടമാണെങ്കിലും ഞാനിരുന്ന് കാണാറുണ്ട്. പക്ഷേ ഇതെനിക്ക് പറ്റിയില്ല. ഇത് തീരുന്നില്ലല്ലോ. ഞാൻ ശരിക്കും ഞാനൊരു വിശ്വാസമല്ല. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു ലിറ്ററലി ഇത് തീർന്നു പോകണമേ ദൈവമേ, നീ ഉണ്ടെങ്കിൽ ഇതൊന്ന് തീർക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു വെച്ചത് ശരിക്കും. കാര്യം അപ്പം പറയും ഞാൻ ബുദ്ധിമുട്ട് എഴുന്നേറ്റ് പോയാൽ പറയും. പക്ഷേ എഴുന്നേറ്റ് പോകാൻ എൻ്റെ മനസ്സിന് എനിക്ക് ഭയങ്കര ഗിൽറ്റാവും. പിന്നീട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഞാൻ അവസാനം വരെയും കാണും. ലാസ്റ്റ് ഷോട്ട് അവർ പ്രൊജക്ടർ ഓഫ് ചെയ്ത് ഫിലിം മേക്കറിന് പറയാനുള്ള മൊത്തം പറയട്ടെ, എന്നിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയാല്ലേ. അതെ, ഞാൻ ലാസ്റ്റ് ഷോട്ട് തിയേറ്റർ സ്ക്രീൻ ഓഫ് ചെയ്യുന്ന വരെ ഞാൻ വെയിറ്റ് ചെയ്യും. പക്ഷേ എനിക്ക് പണ്ട് ഈ കടുത്ത ഫിലിം ഒബ്സഷൻ ഉണ്ടായിരുന്ന സമയത്ത് ഞാനിതിൻ്റെ പേരെഴുതി കാണിക്കുന്നിട്ട് കാണാൻ ശ്രമിക്കും. പടം തുടങ്ങുന്നതിന് മുമ്പ് അവിടെ ചെന്നിരിക്കാൻ ശ്രമിക്കും. കാരണം ഈ പറയുന്ന പോലെ ഈ പേരെഴുതി കാണിക്കുന്നതിൽ വരെ എന്തെങ്കിലും പരിപാടികൾ നടത്തുന്ന ഫിലിം മേക്കേഴ്സ് ഉണ്ട്. അതെ. അപ്പം അതെല്ലാം നമ്മൾ കാണണം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതെ. പക്ഷേ പരിമള ആൻഡ് കോ എന്നെ വല്ലാതെ ഡിസപ്പോയിൻ്റ് ചെയ്തു. ഞങ്ങൾ ആക്ച്വലി പടത്തിന് നമ്മൾ ട്രെയിലർ കണ്ടാൽ പറഞ്ഞില്ല, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഐഡിയ ആണല്ലോ. ഈ ഒരു ഫാമിലി നമ്മൾ പറഞ്ഞില്ല, ഈ അടുത്തിടയ്ക്ക് ഫാമിലി റിലേറ്റ് ചെയ്ത് ഒരുപാട് ക്രൈം ഇൻവോൾവ് ആയ സിനിമകൾ വരുന്നു.
ആ സ്ട്രീക്ക് നശിപ്പിച്ച്. അതെ, ആ സ്ട്രീക്ക് നശിപ്പിച്ച് മാത്രമല്ല, ആ സ്ട്രീക്കിനെ കുളം തോണ്ടിയെന്ന് വേണം ഞാൻ പറയാം. അതായത് നല്ലൊരു ഐഡിയ ആണ്. നമ്മൾ ട്രെയിലർ കാണുമ്പോൾ കിട്ടുന്ന നമുക്കൊരു ഐഡിയ ഉണ്ട്. ഒരു ഫാമിലിക്കുള്ളിൽ ഹൂഡണ്ടിട്ട് അവർക്ക് ആർക്കും പോലും അറിയില്ല ആരാണ്. അപ്പം നമുക്കത് അതിനെ നമുക്ക് എന്തോരം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. പക്ഷേ ഈ സിനിമയിൽ അത് കംപ്ലീറ്റ്ലി ട്രാഷ്. വൈ ഡിഡ് യു ഡു ഇറ്റ്? ഐ ഹൂഡണ്ട് ഇറ്റ്. അതെ അതെ, എന്ത് പരിപാടിയായി കാണിച്ചതെന്ന് തോന്നിപ്പോയി. ഓക്കെ, അത് അങ്ങനെയാണ്, ചില സംഭവങ്ങളിൽ അങ്ങനെയാണെങ്കിൽ അത് അതിൻ്റെ ഡിസിഷൻ എനിക്ക് മനസ്സിലായത്. ഇതിൻ്റെ ഡയറക്ടറുടെ ഒരു ഔട്ട്ഡേറ്റഡ് ഫിലിമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് ഈ കണ്ടന്റ് വെച്ചുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ട് പടമാക്കി മാറ്റാം. പക്ഷേ ഇതിൻ്റെ പ്രസൻറ്റേഷനിൽ അത് ഭയങ്കരമായിട്ട് പാളിപ്പോയി. എഴുത്തും പ്രസൻറ്റേഷനും പാളിപ്പോയി. പക്ഷേ സിനിമയിൽ ഈ ത്രൂ ഔട്ടിൽ അവിടെ ഇവിടെയും നമുക്ക് ഫണ്ണുണ്ടാക്കാനുള്ള ചില സീനുകളുണ്ട്. പക്ഷേ നമ്മൾ ട്രെയിലറിൽ കണ്ട സീനുകളൊന്നും പിന്നീട് നമ്മൾ ചിരിക്കില്ല. പക്ഷെ അത് കൂടാതെ കട്ട് ചെയ്ത ആളുടെ എഡിറ്ററെ വിളിച്ചാൽ മതിയാണ്. പടം കട്ട് ചെയ്യുന്ന അറിയത്തില്ല. പക്ഷേ പടത്തിൻ്റെ എഡിറ്റിംഗ് വളരെ മോശമാണ്. അത് ഒരു എഡിറ്റർ ഈ സിനിമ കണ്ടാൽ മനസ്സിലാവും. അല്ലെങ്കിൽ എഡിറ്റിങ്ങിനെ പറ്റി കുറച്ചുകൂടെ നോളജ് ഉള്ള ഒരാൾ കണ്ടാൽ ചിലപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഒരുപക്ഷെ മനസ്സിലാവുമായിരിക്കും. എനിക്കറിയില്ല ആൾക്കാർക്ക് എങ്ങനെ അത് മറ്റുള്ളവരെ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. തമിഴ്നാട്ടിൽ എങ്ങനെ റിസപ്ഷൻ ആരും ഒന്നും പറഞ്ഞു കേട്ടില്ല. ഇതിനെപ്പറ്റി റിവ്യൂസ് ഒന്നും അധികം കേട്ടില്ല. ഇവിടെ ആരും ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ലെന്ന് തോന്നുന്നു. ലീസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പടമാണെന്ന് തോന്നി ഈ ഇറങ്ങിയതിൽ. അപ്പോൾ അതാണ് പരിമള ആൻഡ് കോ. ഇത് കേട്ടതിന് ശേഷം ഈ സിനിമ കാണാൻ ആഗ്രഹമുള്ളവർ ഡെഫിനറ്റ്ലി പോയി കണ്ടു നോക്കുക കേട്ടോ. അതായത് സിനിമ ഓരോരുത്തർക്കും വ്യത്യസ്തമായ അനുഭവമായിരിക്കും തരുന്നത്. എനിക്കിങ്ങനെയാണ് എന്നതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ആവണമെന്നില്ല, പുള്ളിക്ക് അങ്ങനെ ആവണമെന്നില്ല. അതുകൊണ്ട് കണ്ടില്ല, നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. എനിക്കിനി ബന്ദർ കാണണം. ഹീമാനും കാണണം, ബന്ദറും കാണണം.